സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിലെ കുരുന്നുകൾക്ക് ഇനി അറിവിന്റെ വെളിച്ചവും കരുതലുമായി ഷിബു സാറുണ്ട്. ഈ അധ്യയന വർഷം മുതലാണ് രാജക്കാട് സ്വദേശിയായ ഷിബു കെ.വി. ഇടമലക്കുടി ട്രൈബൽ LP സ്കൂളിലെ പ്രധാന അധ്യാപകനായി എത്തിയത്. ആധുനികതയുടെ ഒരു കടന്നുകയറ്റവുമില്ലാത്ത ഇടമലക്കുടിയിലേക്ക് പോകാൻ എല്ലാവരും ഒന്ന് മടിക്കും. പക്ഷേ ഷിബു സാറ് പറയുന്നത് തനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനമെന്നാണ്. കാരണം എന്താണെന്നല്ലേ? എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു സ്കൂളിൽ അധ്യാപകന് പഠിപ്പിക്കുക എന്നതിനപ്പുറത്ത് മറ്റൊന്നും ചെയ്യാനില്ല. അത് വെറും ജോലി മാത്രമാണ്. എന്നാൽ ഇടമലക്കുടിയിലെ ഒരു അധ്യാപകന് അതിന് കഴിയില്ല. അവർക്കൊപ്പം നിന്ന് അവർക്ക് വേണ്ടി ഒരുപാട് ചെയ്യാനുണ്ട്. അതിന് അവരോടൊപ്പം ജീവിക്കുക തന്നെ വേണം. കായിക അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച ഷിബു സാറ് പറയുന്നത് ഇതാണ്. ഇടമലക്കുടി എന്ന ട്രൈബൽ LP സ്കൂളിലേക്കാണ് കിട്ടിയത്. അത് കിട്ടിയപ്പോൾ കേരളത്തിൽ ആരും അങ്ങോട്ട് പോകാൻ തയ്യാറല്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് അതൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതിയത്. കാരണം ഇത്രയും നാളും ഞാൻ സുഖമായ ഒരു സ്കൂളിലാണ് പോയി പഠിപ്പിച്ചത്. ഇനിയും എല്ലാവരും അനുഭവിക്കുന്ന പോലെ, ആ പാവപ്പെട്ട അവരനുഭവിക്കുന്ന പോലെ എനിക്ക് അവിടെ പോയി അവരുടെ പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും പരിഹരിക്കാൻ പറ്റുമെങ്കിൽ അവിടെ പോയി അവർക്കുള്ള സേവനം ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. രാജാക്കാട് എന്ന കുടിയേറ്റ ഗ്രാമത്തിലെ ആദ്യ സരസ്വതി ക്ഷേത്രമാണ് പഴയൂടുതി ഗവൺമെന്റ് UP സ്കൂൾ. കഴിഞ്ഞ 2 പതിറ്റാണ്ടിലധികമായി ഇവിടെയായിരുന്നു കുട്ടികളുടെ കൂട്ടുകാരനായ നാട്ടുകാരുടെ പ്രിയപ്പെട്ട ഷിബു സാർ ഉണ്ടായിരുന്നത്. ഒരു കാലത്ത് അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ടിരുന്ന പഴയവിടുതി സ്കൂളിനെ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച സർക്കാർ സ്കൂളുകളിലൊന്നാക്കി മാറ്റുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച ആളുകൂടിയാണ് ഇദ്ദേഹം. ഏറ്റവും ഒടുവിൽ പ്രധാന അധ്യാപകനായി സ്ഥാനക്കയറ്റം കിട്ടിയപ്പോൾ അത് ചരിത്രവും ഗോത്രവർഗ സംസ്കാരവും നിറഞ്ഞു നിൽക്കുന്ന ഇടമലക്കുടിയിലേക്ക്. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ഗോത്ര ജനതയെ അറിവിന്റെ വെളിച്ചത്തിലേക്ക് നയിക്കാനെത്തിയ ഷിബു സാറിനെ കുട്ടികളും അധ്യാപകരും ചേർന്ന് സ്വീകരിച്ചു. സ്കൂൾ വളപ്പിൽ ഒരു ഫലവൃക്ഷത്തൈ നട്ട് ഇടമലക്കുടിയിലെ ഔദ്യോഗിക ജീവിതത്തിന് തുടക്കവും കുറിച്ചു. സിറ്റി വിഷൻ, രാജാക്കാട്.